പക്ഷേ നമസ്കാരം. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം എത്ര പേര് കാണുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഇതെല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, കാണേണ്ടതാണ്. ചില മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ മനുഷ്യ സമൂഹത്തിന് വിൽപ്പന ചെയ്യുന്നത് രോഗമാണോ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആക്സസ് ടു ന്യൂട്രീഷൻ ഇനീഷ്യേറ്റീവ് എന്നൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അവരൊരു പുതിയൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതെ, നെസ്ലെ, പെപ്സിക്കോ, യൂണിലീവർ പോലുള്ള കമ്പനികൾ ലോ ഇൻകം കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് വിൽപ്പന നടത്തുന്നത്. ഇതിൽ ഗവൺമെൻറ് ജാഗരൂകരാവണം, വിജിലൻ്റ് ആവണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാഷിന് എന്താണ് ഇതിൽ തോന്നുന്നത്? ഒന്ന്, ഇത് ഭക്ഷണ സാധനങ്ങളാണ്, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കമ്പനികളെ കുറിച്ചാണ് ഈ സ്റ്റഡി. അതായത് നമ്മുടെ പോഷകാഹാരവും ആയിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ് അത് ATNI. അവർ നടത്തിയ ഒരു സർവേ ഞെട്ടിക്കുന്നതാണ്. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വലിയ അഭിമാനത്തോടെ പറയാറുണ്ട്, നമ്മളെ കോർപ്പറേഷൻ്റെ പൈപ്പ് വെള്ളത്തേക്കാൾ വിശ്വാസ്യതയുണ്ട് പെപ്സി കുപ്പിയിലെ വെള്ളത്തിന്. അത് നമ്മുടെ ഒരു ധാരണയാണ്. കാരണം ഹൈജീനിക് അല്ല, നമുക്ക് നമ്മുടെ നാടിനെ വിശ്വാസമില്ല, നമ്മുടെ പൊതുമേഖലാ സംവിധാനത്തെ വിശ്വാസമില്ല. അതുകൊണ്ട് നാട്ടിലെ വെള്ളത്തേക്കാൾ എപ്പോഴും നല്ലത്, നമ്മളങ്ങനെയാണല്ലോ. ഈ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ മടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പ്രിഫർ ചെയ്യുക? നമ്മൾ കുപ്പിവെള്ളമാണ് എപ്പോഴും നമ്മൾ ഒന്ന്. ഇനി ഒന്നുമില്ലെങ്കിൽ കുപ്പിവെള്ളമെങ്കിലും, അങ്ങനെയുള്ള കുപ്പിവെള്ളമെങ്കിലേ നമ്മൾ കുടിക്കുകയുള്ളൂ, വെള്ളമാണെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ യാത്രകളിലൊക്കെ നമ്മൾ ഒരു കടയിൽ കയറി ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന പെപ്സി, 7up പോലുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചാണ് ഈ സ്റ്റഡി. മാത്രമല്ല 20-22 വയസ്സുള്ള യുവാക്കളുടെയും അല്ലെങ്കിൽ യുവതികളുടെയും ഒക്കെ കയ്യിൽ ഉള്ളതും അവരെപ്പോഴും സ്ഥിരമായിട്ട് കുടിക്കുന്നതും ഈ പെപ്സി പോലുള്ള അതൊരു അവരുടെ സ്റ്റൈലും ഫാഷനും ലൈഫ് സ്റ്റൈൽ തന്നെ ആ രീതിയിൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറിയതിൻ്റെ പിന്നിൽ കോർപ്പറേറ്റുകളില്ലേ, അവരുടെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ടാവും. ഒന്ന്, നമ്മുടെ വളരെ ഭീകരമായ പരസ്യങ്ങളുണ്ടാവും. പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ബേസിക്കായിട്ട് അവർക്ക് നമ്മുടെ നിലവിലുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന, സാധാരണ നമ്മളൊക്കെ ശീലിച്ച് വളർന്ന കിണറിലെ വെള്ളം, നാട്ടുവെള്ളം, തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ഈ മൺകൂജയിൽ വെച്ച വെള്ളം, അങ്ങനെയുള്ള പരമ്പരാഗത സങ്കല്പങ്ങളോടുള്ള ഒരു പുച്ഛവും മടുപ്പൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ ഒരു വിശ്വാസക്കുറവുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഈ രോഗങ്ങൾ വളർന്നു വരുമ്പോൾ, ഇപ്പോൾ മഞ്ഞപ്പിത്തം കൂടി വരിക, വൈറസുകൾ കൂടി വരിക, ജലജന്യ രോഗങ്ങൾ കൂടി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ വെള്ളത്തേക്കാൾ ഇവർക്ക് വിശ്വാസമുള്ളത് പെപ്സിയൊക്കെ ആയിത്തീരുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ എന്തായാലും പുതിയ ജനറേഷനെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇതിൽ ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ ഗൗതം ഒടുവിൽ പറഞ്ഞ കാര്യമാണ്. അതായത് കോർപ്പറേറ്റുകളുടെ പ്രത്യേകിച്ചും ഈ ബ്രാൻഡഡ് കോർപ്പറേറ്റ്, ഇപ്പോൾ കുട്ടികൾക്കാണ്, കൊച്ചു കുട്ടികൾക്ക്, ഇപ്പോൾ പുതിയ ജനറേഷന് മാത്രമല്ല, എൻ്റെ ഞാൻ പറയുന്നത് നമ്മുടെ പേരക്കുട്ടികളുടെ പ്രായമുള്ളവർക്കൊക്കെ ഏതാ വേണ്ടത്? അവർക്ക് ലെയ്സ് മതി. അതെ, നിങ്ങൾ വേറെ എന്ത് വാങ്ങിക്കൊടുത്താലും അവർക്ക് അവരുടെ ബ്രാൻഡുണ്ട്, കളറുണ്ട്, ലെയ്സ് പല കളറുണ്ട്. ഇവൻ കണ്ടുവെച്ച അവൻ ശീലിച്ചൊരു കളറുണ്ടാവും, ആ കളർ തന്നെ വേണം. അപ്പോൾ ആ കളറിൽ മാത്രമല്ല, ചോറ് തിന്നണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, എൻ്റെ മോളൊക്കെ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ പേരക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ ലെയ്സിൻ്റെ പാക്കറ്റ് വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ അത് കഴിക്കാമല്ലോ എന്ന് നിലക്കാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ലെയ്സ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരേ ലെയ്സ് ആവണ്ടേ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരേ പെപ്സി ആവണ്ടേ? ലോ ഇൻകം കൺട്രീസിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രൊഡക്റ്റുകളും എന്നാൽ ഹൈ ഇൻകം കൺട്രീസിൽ നല്ല നിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത് എന്നാണ് ഈ പഠനം കണ്ടെത്തിയത്. അതാണ് ഇതിലൊരു പ്രശ്നം. എന്താ വെച്ചാൽ, ഞാൻ ആദ്യം ധരിച്ചു വെച്ചത്, എൻ്റെ ധാരണയിൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട് ഈ വാർത്ത. ഞാൻ ധരിച്ചു വെച്ചത് ലോകത്തിലെ എല്ലാ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ലോകത്തിൽ എല്ലായിടത്തും ഒരേ ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. അത് തെറ്റാണല്ലോ. അത് തെറ്റാണെന്നല്ല എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിന്, ഇന്ത്യക്കാർക്ക് ഇത്രയൊക്കെ മതി. അതായത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ത് വില കുറഞ്ഞ സാധനങ്ങളും വിൽപ്പന ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ചിലവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമുക്കിതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. നമ്മൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ, ആരാണ് യഥാർത്ഥത്തിൽ അസസ് ചെയ്യേണ്ടത്? ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഫുഡ് പ്രോഡക്റ്റ് വരുമ്പോൾ അത് നെസ്ലയുടെ ഉൽപ്പന്നമാണ്,
അല്ലെങ്കിൽ യൂണിലീവറിൻ്റെ ഉൽപ്പന്നമാണ്. യൂണിലീവർ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സോപ്പ്, പേസ്റ്റ് സംഗതികളൊക്കെ വരുന്ന പിയേഴ്സിൻ്റെ സോപ്പ്, ഇതില്ലേ കോൾഗേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ FMCG എന്നാണല്ലോ അതിന് പറയുക. അപ്പോൾ ഫുഡും ഉണ്ട്, FMCG ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, FMCG എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ലോകത്തിലെല്ലായിടത്തും ഒരേ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഒരേ നിലവാരമുണ്ട് എന്ന് ധരിച്ചു വെച്ചാൽ നമുക്കാണ് തെറ്റിയത്. അപ്പോൾ നമ്മുടെ വിചാരം എന്താ, എവിടെ ചെന്നാലും നമുക്ക് പെപ്സി മതി തീരുമാനിച്ചാൽ എല്ലാ രാജ്യത്തും കിട്ടുന്ന പെപ്സി ഒരേ നിലവാരമാണെന്നാണ്. അതിൽ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളായിട്ട് അവർക്ക് അത്ര മതി, കുറഞ്ഞ ക്വാളിറ്റി, പരമാവധി ലീസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുത്തിട്ട് വലിയ വില വാങ്ങിക്കുന്ന കൊള്ള. അത് തിരിച്ചറിയാൻ പറ്റാത്ത മൂന്നാം ലോക രാജ്യം. ഇനി ഇത് തിരിച്ചറിയേണ്ടത് ആരാ? സർക്കാരാണ്. അതിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു പെപ്സിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ, പെപ്സിയുടെ, ലേസിൻ്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത്, ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഗവൺമെൻറ്റാണ്. അതിനിവിടെ ഒരു സംവിധാനമില്ല. ആകെ നമ്മൾ നോക്കുക എന്താ, ആ ബ്രാൻഡ് ഏതാണെന്ന് നോക്കും, അതിൻ്റെ ISI മാർക്ക്. വേറൊരു കാര്യം ഇപ്പോൾ നോക്കുന്നത് വെച്ചാൽ GST കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ? ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ ഔട്ട് ഓഫ് 5 ഇവർ ഇതിൽ വിലയിരുത്തുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഡെക്സ് മാർക്ക്. അതിൽ 3.5 ഉണ്ടെങ്കിൽ അത് ഹെൽത്തി പ്രൊഡക്റ്റ് ആണെന്നാണ് പറയാം. പക്ഷേ ഈ ഇന്ത്യയിൽ വിൽപ്പിക്കപ്പെടുന്ന പല പ്രൊഡക്റ്റിനും 1.8, 2.3 ഒക്കെ ഇതിന്റെ ക്വാളിറ്റി ഉള്ളൂ. അതായത് ലോ ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞാൽ പകുതി പോലും, ഇപ്പോൾ 5-ൽ 2.5 പോലും, ഇപ്പോൾ 2.5 പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയുടെ എത്രയോ താഴെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടത് ആരാണ്? ഇടപെടേണ്ടത് സർക്കാരാണ്. സർക്കാർ ഇടപെടുമോ? അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. സിമ്പിളാണ് കാര്യം. പിന്നെ ഇതിനോട് ചേർത്ത് സമീപകാലത്ത് ഞാൻ കേട്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ പുറത്തു പോയിട്ട് ഇപ്പോൾ ഒരേ കാര്യത്തിൻ്റെ ഒരേ കമ്പനിയുടെ, ഇപ്പോൾ ടയോട്ടയുടെ ഒരേ ബ്രാൻഡ് കാറ് നമ്മൾ അറേബ്യയിൽ കാണുന്ന കാറ് വ്യത്യാസം, ഇന്ത്യയിൽ കാണുന്ന കാറും വ്യത്യാസമുണ്ട്. കാരണം അവിടെ റോഡിൻ്റെയും മറ്റു ഓടിക്കുന്ന അതിന് പക്ഷേ ഞാൻ കേട്ടത് അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ കരാറുണ്ടാക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സുസുക്കിയുടെ വണ്ടികൾ ഇവിടെ മാരുതിയുമായിട്ട് കൊളാബറേഷൻ ആകുമ്പോൾ ഇവിടുത്തെ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ലോവസ്റ്റ്. അതിൻ്റെ കാരണം അവർ വിലയും കുറക്കുന്നുണ്ട് അത്രേ. ഇൻ്റർനാഷണൽ റേറ്റ് നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ നിലവാരത്തിൽ വിലയിലാണ് കൊടുക്കുന്നതെന്നാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയ വിലയിൽ തന്നോളി, നിങ്ങൾ ക്വാളിറ്റി കുറച്ച് തന്നോളി എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പെപ്സിക്കൊക്കെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടിയ വില വാങ്ങുന്നത്. ഈ വൻകിട ഈ വികസിത രാജ്യങ്ങളെക്കാൾ കൂടിയ വില വാങ്ങുന്നത് ഇന്ത്യയിലാണ്. കൂടിയ വില വാങ്ങുകയും ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി കൊടുക്കുകയും ചെയ്യുക, അതാണ് ഇതിലൊരു വലിയ പ്രശ്നം. അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു ആംഗിളിൽ കാണുമ്പോഴേ, ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഇതിന് വലിയൊരു പങ്കുണ്ട്. അതായത് മനുഷ്യരെന്ത് കാണണം, മനുഷ്യരെന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, ഇതിനെല്ലാം കൈ കടത്തുന്നത്, നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അത് ശരിക്കും സമൂഹത്തിനെ, നമ്മുടെ ലോകത്തെ ഒരു രോഗാതുരമാക്കി തീർക്കല്ലേ ചെയ്യുന്നത്. അതായത് വലിയ ക്യാപിറ്റലിസം നമ്മളെ പ്ലാനറ്റിന് തന്നെ വലിയ ഭീഷണിയാണ്. ക്യാപിറ്റലിസം ഭീഷണിയാണ് ഒരു ഭാഗത്ത്. അത് ഒന്നാമത്തെ കാര്യം, നമ്മളെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒന്ന്. വലിയ ചൂഷണം ചെയ്യുന്നു. പ്രകൃതിയെ മാത്രമല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മനുഷ്യന്റെ വരുമാനമല്ലേ ഈ കൊണ്ടുപോകുന്നത്. രാജ്യത്തിറങ്ങേണ്ട സമ്പത്തല്ലേ കൊണ്ടുപോയിട്ട് അന്യരാജ്യത്ത് ഇവർക്ക് മുതലാക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഏറെ ഇതിൻ്റെ കൂടെ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, ഇത് എന്താണ് ഇപ്പോൾ ഇതിന് പരിഹാരം? ഇന്ത്യ ഗവൺമെൻറ്റിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് ഇതിന് പരിഹാരമാണ്. എന്താണെന്നറിയോ? നരേന്ദ്രമോദിജി ആവർത്തിച്ച് പറയുന്നത് കോർപ്പറേറ്റ്സ് ലോകത്തിന് ആവശ്യമാണ്. മീൻസ് എ വേൾഡ് വിത്തൗട്ട് കോർപ്പറേറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കോർപ്പറേറ്റ്സുകൾ ആവശ്യമാണ്, മുതലാളി എല്ലാം ആവശ്യമാണ്. പക്ഷേ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ളൊരു രീതിയിലായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പ്രകൃതി ചൂഷണം ഇല്ലാത്ത കോർപ്പറേറ്റ്സ് ഒന്നും നമ്മുടെ ഗവൺമെൻറ്റുകളുടെ അജണ്ടയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, കോർപ്പറേറ്റ്സുകളുടെ ലോകത്ത് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ വളർത്തണം എന്നൊരു നയം ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഇടപെടൽ സാധ്യമാണ്. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സർവേ പ്രകാരം കണ്ടെത്തിയ കമ്പനികളെ മുഴുവൻ ഈ ഇന്ത്യയിൽ ബാൻ ചെയ്യുക. അക്കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട. അവർ ഏത് സ്പേസിലാണോ അവരുടെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ കൊണ്ട് നിർമ്മിക്കുക. അതിൻ്റെ മിനിമം ഗുണനിലവാരം ഉറപ്പുവരുത്തുക.
മിനിമം ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വേറെ കാര്യമുണ്ട്, ലോകത്തിലെ കോർപ്പറേറ്റുകളോട് വലിയ തോതിൽ മത്സരിച്ച് മുന്നേറാൻ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് പറ്റുകയും ചെയ്യും. അല്ല, ഇത്തരം കമ്പനികളുടെ ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് പല ഡോക്ടർമാരും നിങ്ങൾ ഇത് പെപ്സി കഴിക്കരുത്, ചിപ്സ് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കൺസപ്ഷൻ കുറയ്ക്കണം, ഇതൊക്കെയാണ് ക്യാൻസറിന് കാരണം, അങ്ങനെ പല ഫുഡുകളും പല രോഗമാണ് മനുഷ്യന് വരുത്തി വെക്കുന്നത്. ഈ ഫുഡ് എന്തിനാണ് വിൽപ്പന ചെയ്യുന്നത് എന്നുള്ളതല്ല ആത്യന്തികമായ ചോദ്യം. അത് ന്യായമായ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം ഇപ്പോൾ 92 എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? 92-ൽ നിന്ന് 92-ൽ നമ്മളിത് ഉദാരവൽക്കരിച്ച കാലം തൊട്ട് ഇദ്ദേഹമാണല്ലോ ചെയ്തത്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഈ ഗ്ലോബലൈസേഷൻ ഇത് വന്നില്ലേ, ഈ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം വന്ന കാലം തൊട്ട് അത് അന്ന് തുറന്നു വെക്കുമ്പോൾ നമ്മൾ ഓർത്തിട്ടില്ല. ഇത് പിന്നീട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ മോദിയല്ല ആര് വന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓപ്പണാക്കി കൊടുത്ത് ലോക കമ്പോളമായി നമ്മളും മാറുകയാണ്. ലോകം ഒരു മാർക്കറ്റ് ആകുമ്പോൾ ആ മാർക്കറ്റിൻ്റെ ഭാഗം അതിൻ്റെ ഒരു സ്ട്രീറ്റായിട്ട് നമ്മളും മാറുകയാണ്. അപ്പോൾ നമുക്ക് മാത്രമായിട്ട് ഇതിൽ ഇനിയൊരു രക്ഷപ്പെടൽ എളുപ്പമൊന്നുമല്ല. ഇതിൽ ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് മനുഷ്യന് പറ്റുന്നുമില്ല, അതിന്റെ ഭാഗമായിട്ട് അവരും മാറിപ്പോകുന്നു എന്നുള്ളത്. തെരഞ്ഞെടുപ്പുകൾ അസാധ്യമാണെന്നല്ല, തെരഞ്ഞെടുപ്പുകൾ അപാരമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. കോർപ്പറേറ്റ്സ് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ചന്തയുടെ പ്രത്യേകത, നമുക്ക് ചെല്ലുമ്പോൾ ഒരു ഡ്രിങ്ക്സ്, ഇപ്പം ആലോചിച്ച് നോക്കൂ നീ, ഒരു ഹോട്ടലിലോ ഒരു ബേക്കറിയിലോ കയറിയിട്ട് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ ഒന്നാ ഷെൽഫിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കൂ, ഒരുപാട്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് മത്സരിച്ച് മനുഷ്യനെ രോഗം കൊടുക്കുന്നു, മനുഷ്യനെ കൊള്ളയടിക്കുന്നു. വേറൊന്ന്, ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ സാധനം ഏറ്റവും നല്ല ഫ്ലേവർ ഇട്ട് കൊടുക്കും, ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതാണ് ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലോചിക്കാവുന്ന ഒരു കാര്യം, ഈ ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാൻ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഗവൺമെൻറ് ഉറപ്പുവരുത്തുക ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മിനിമം ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളെ നിരോധിക്കുക. പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ടോ, ഇവിടുത്തെ കേരളത്തിലെ കറിവേപ്പില അറേബ്യ അങ്ങോട്ട് നിരോധിച്ചു. ലുലു മാർക്കറ്റിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കറിവേപ്പില നിരോധിച്ചു. എന്താ കാര്യം എന്നറിയോ? കറിവേപ്പിലയിൽ നമ്മൾ അടിക്കുന്ന അത് വന്ന് പോയാൽ പുഴു അരിക്കാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന ഒരു കീടനാശിനി ഉണ്ടത്രേ. അത് മാരകമാണ്. അത് കർഷകർ ചെയ്യുന്നതാണ്, ഇദ്ദേഹം അറിഞ്ഞിട്ടല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ അറേബ്യൻ ക്വാളിറ്റി കൺട്രോൾ തടഞ്ഞു. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന സാധനം പുറത്തു പോയി നോക്കിയാൽ അറിയാം. ഈ സാധനങ്ങളൊക്കെ ഞാൻ പുറത്തെ പല രാജ്യങ്ങളിലും പോയി കഴിച്ചതാണ്. ഏറ്റവും മോശം സാധനം കഴിക്കുക. അതിനെന്താ പറയുക, ചെയ്യുന്ന പണി ഏറ്റവും മോശം സാധനം വിൽക്കുന്നത് കേരളത്തിലാണ്. കുഴിമന്തി എന്ന് പറയുന്നത് ഈ സാധനമേ അല്ല, ഇവിടെ വിൽക്കുന്ന സാധനമേ അല്ല. നമ്മൾ കഴിക്കുന്ന ഒരു സാധനവും അതല്ല. ഷവായ അതല്ല, ടിക്ക അതല്ല, ഷവർമ്മ. നമ്മൾ മുഴുവൻ നമ്മളിത് പഠിച്ചു വരുമ്പോഴേക്ക് കേരളത്തിൻ്റെ തെരുവുകളിലൊക്കെ ഷവർമ്മ വിൽക്കാൻ തുടങ്ങും. നമ്മൾ വിൽക്കുന്ന ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റി ചിക്കനാണ്, അതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഏറ്റവും ലീസ്റ്റ് സാധനമാണ്. ഷവർമ്മ ആരോഗ്യകരമായി ഉണ്ടാക്കാനും അത് വിൽക്കാനും മാന്യമായ വില വാങ്ങാനും അറിയാവുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്ക് അതിൻ്റെ മേൽ നിയന്ത്രണമുണ്ട്. ഒരു രാജ്യത്തെ പൗരന്മാർ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ആ രാജ്യത്തിന് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ഇതിലെപ്പോഴും അത് ഒട്ടുമില്ലാത്തൊരു നാടാണ്. ഇനി വേറൊന്നും വേണ്ട, ഈ രാജ്യത്ത് വിൽക്കുന്ന ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ വില നിലവാരമുണ്ട്. നമുക്ക് ലീഗൽ മെറ്റീരിയോളജി നമ്മളൊരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ. ഒരേ ഭക്ഷണത്തിന് തൊട്ടടുത്ത 2 കടകളിൽ 2 വിലയല്ലേ, പല വിലയല്ലേ എല്ലാ സാധനത്തിനും. അത് ചിപ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കോഴിക്കോട് നിന്ന് കയറിയിട്ട് വരുമ്പോൾ എറണാകുളത്ത് എത്തുന്നവരെ ഓരോ ടൗണിലും കയറി ഇറങ്ങി നോക്കൂ, ചിപ്സിന് ഓരോ വിലയായിരിക്കും, ഓരോ ക്വാളിറ്റി ആയിരിക്കും. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ക്രമീകരണവുമില്ല, സമീകരണവുമില്ല, താരതമ്യമില്ല, നിയന്ത്രണവുമില്ല. മനുഷ്യൻ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന വരുമാനം അതിൽ വലിയൊരു പങ്ക് ചെലവഴിക്കുന്നത് അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ മനുഷ്യൻ ഈ രോഗം ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് കഴിക്കുന്ന ആഹാരത്തിനുണ്ട്. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല, സർക്കാരുകളിൽ അതിലൊരു ശ്രദ്ധ പുലർത്തുന്നുമില്ല. അതെ, മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ആകെ രക്ഷിക്കേണ്ടത് 3 കാര്യങ്ങളേ ഉള്ളൂ. പൗരന്മാരുടെ ജീവനും മാനവും സ്വത്തും എന്നാണ് പറയുക. അതിനാണ് അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കണം. അതാണ് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്. മറ്റൊന്ന് ജീവൻ അപായം ഉണ്ടാകരുത്, ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാകരുത്. 3ാമത്തെ കാര്യം സമ്പത്തിന് കുഴപ്പമുണ്ടാകരുത്. ഇത് 3ഉം സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ചെയ്യേണ്ട പണി ചെയ്യുന്നില്ല എന്നാണ്. ഗവൺമെൻറ്റിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു കാര്യം, ഒന്ന് ഏറ്റവും അടിയന്തരമായി നമ്മുടെ ഭക്ഷണം
ഭക്ഷണത്തിൻ്റെ മാർക്കറ്റിൽ ഇടപെടാൻ ഗവൺമെൻറ് തയ്യാറാവണം. വിദ്യാഭ്യാസം സർക്കാരിൻ്റെ പണിയല്ല, വികസനം സർക്കാരിൻ്റെ പണിയല്ല, ആരോഗ്യം സർക്കാരിൻ്റെ പണിയല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മൗലികമായ അവകാശത്തിൽപ്പെട്ടതാണൊക്കെ, മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൽപ്പെട്ടതാണ്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം. ഈ വിദേശ ഭക്ഷണം തുറന്നു വെച്ച് കൊടുത്തത് തടയാൻ പറ്റില്ലെങ്കിൽ ആദ്യം അതിൻ്റെ ക്വാളിറ്റി എങ്കിലും ഉറപ്പുവരുത്തണം. ക്വാളിറ്റി ഇല്ലാത്തത് നിരോധിക്കണം. വേറൊന്ന്, ഇതിനിപ്പോൾ കോർപ്പറേറ്റ്സിന് ഈ രോഗങ്ങളൊക്കെ തന്നുള്ള ഗുണം എന്താ അറിയോ? മരുന്നും തരുന്നവരാണ്, ഇൻഷുറൻസ് കാർഡുകൾ തരുന്നവരാണ്, മരുന്ന് വിൽപ്പന, ഫാർമസി വലിയൊരു ബിസിനസ്സാണ്. അല്ലേ, ഫാർമ മാഫിയല്ലേ ലോകം ഭരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരുടെ കൺട്രോളിലാണെന്ന് ഓർക്കണം. ഇത് കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്ത് കഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്ന് സാധാരണ പറയാറുണ്ട്. അത് പലരും അന്ധവിശ്വാസമായിട്ടൊക്കെ ആണ് പലരും വിലയിരുത്തരുത്. എന്നാൽ അത് അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ. ഒരു കണക്കിന് ശരിയാണ്. കറക്റ്റാണ്, അത് കറക്റ്റാണ്. ആ ബോധ്യം നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ രാജ്യത്തിനാണ് ഉണ്ടാകേണ്ടത്, ഭരണകൂടത്തിനാണ് ഉണ്ടാകേണ്ടത്. അവർക്കത് ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം.